26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. 40 വയസ്സാകുമ്പോഴേക്കും ബിപിയും ഷുഗറും കൊളസ്ട്രോളും. മാത്രമല്ല ഗുളികകളുടെ ലിസ്റ്റും പോക്കറ്റിലിട്ട് തപ്പി നടക്കുന്ന ഇന്നത്തെ തലമുറ ഒന്ന് ഇങ്ങോട്ട് നോക്കണം. ലിസ്റ്റിൽ ഒരു മരുന്ന് പോലുമില്ല. കണ്ണടയില്ലാതെ TV കാണും. യാതൊരു കൂസലുമില്ലാതെ ഇന്നും നടക്കും. പ്രായം എത്രയെന്നോ? വെറും 111. ഇതാണ് കോതമംഗലം ചേലാട് ജനിച്ച് ഇപ്പോൾ വാളകം മേക്കടമ്പിൽ ജീവിക്കുന്ന എസ്തപാനോസിസ് അപ്പച്ചൻ. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യരുടെ പട്ടികയിലേക്ക് നടന്നു കയറുകയാണ് ഈ മുതുമുത്തച്ഛൻ. 1917 ജനിച്ച അപ്പച്ചൻ ഇതിനകം കണ്ടത് 4 തലമുറകളുടെ ജീവിതമാണ്. 10 മക്കളും കൊച്ചുമക്കളുമൊക്കെയായി 46 പേരടങ്ങുന്ന വലിയൊരു സാമ്രാജ്യം തന്നെയുണ്ട് അപ്പച്ചനു ചുറ്റും. ഇതിനിടയിൽ വോട്ട് ചെയ്യാൻ പ്രായമായ കാലം മുതൽ കഴിഞ്ഞ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വരെ കൃത്യമായി വോട്ട് രേഖപ്പെടുത്തിയ ഒരു പക്ക സിറ്റിസൺ കൂടിയാണ് ഇദ്ദേഹം. അപ്പച്ചന് തലമുറയോടുകൂടി അപ്പച്ചനെ ഒരു അനിയൻ ഒരു 10-15 വർഷം മുന്നേ മരിച്ചുപോയി. അത് കഴിഞ്ഞ് ഭാര്യ മരിച്ചു. അപ്പനും അമ്മയും നേരത്തെ മരിച്ചുപോയായിരുന്നു. പിന്നെ അപ്പച്ചന് 10 മക്കൾ. 10 മക്കളിൽ അത് 2 കൂടി മക്കളാണ്. അതായത് അപ്പൻ്റെ ആദ്യ ഭാര്യ മരിച്ചിട്ട് അപ്പൻ രണ്ടാമത് കല്യാണം കഴിച്ചില്ല. അതിൽ ആദ്യ ഭാര്യയിൽ 4 പേരുണ്ടായിരുന്നു. അതിൽ ഒരു കുട്ടിയെ ചെറുപ്പത്തിലേ മരിച്ചുപോയി. ഒരു കുട്ടി 2-3 വർഷം മുന്നേ മരിച്ചു. രണ്ടാമത്തെ കുടിയിൽ പറഞ്ഞോണം 6 മക്കൾ. 6 മക്കളിൽ ഒരു കുട്ടി നേരത്തെ മരിച്ചുപോയി. ബാക്കിയുള്ളവർ ഒരു ജഗുബ് മരിച്ചിട്ട് എത്രല്ലേ 10-18 വർഷമായിട്ടുണ്ട് ഒരാൾ മരിച്ചിട്ട്. മറ്റേ ആൾ കഴിഞ്ഞ 10 വർഷം മരിച്ചു. അല്ല 4 പേര് 4 ആണുങ്ങളാണുള്ളത്. ഒരാൾ മരിച്ചുപോയി. പിന്നെ ഉള്ളത് ഒരു പെൺകുട്ടിയാണ്. എന്താണ് ഈ 111 വയസ്സിലും അപ്പച്ചനെ ഇത്രയും യങ് ആൻഡ് എനർജറ്റിക് ആക്കി നിർത്തുന്നത്? രഹസ്യം സിമ്പിളാണ്. കഠിനാധ്വാനവും കൃത്യമായ ജീവിതശൈലിയും. പുലർച്ചെ 4 മണിക്ക് തുടങ്ങുന്നതാണ് അപ്പച്ചന്റെ ഡേ ടൈം. പാടത്തും പറമ്പിലും കാളയെ പൂട്ടിയും റബ്ബർ വെട്ടിയും എന്തിനേറെ തമർ കൊണ്ട് കരിങ്കല്ല് അടിച്ചു പൊട്ടിക്കുന്ന കഠിന ജോലികൾ വരെ അപ്പച്ചൻ ചെറു പുഞ്ചിരിയോടെ ചെയ്തിട്ടുണ്ട്. ദിവസവും 3300 ചതുരശ്ര അടിയുടെ ആ വലിയ വീടും മുറ്റവും ആരും പറയാതെ തന്നെ വൃത്തിയായി അടിച്ചു വരുന്നത് ഈ 111കാരൻ തന്നെയാണ്. രാവിലെ എണീക്കുമ്പോൾ തന്നെ രാവിലെ ചില ദിവസം ഒരു 5 മണിക്കൊക്കെ ഇരിക്കും. 5 മണിക്ക് എൻ്റെ ബാത്റൂമിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുക്കും. വെള്ളം കട്ടൻ കാപ്പിയോ അതിന് കൊടുക്കും. അത് കഴിഞ്ഞ് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ എൻ്റെ ഏത്തപ്പഴം പൊഴിക്കും, ചായയും കൊടുക്കും. അത് കഴിഞ്ഞ് ഒരു 11 മണിയാകുമ്പോൾ കുടിക്കാൻ കൊടുക്കും. ഉച്ചയ്ക്ക് ഊണ് കഴിക്കും. വൈകുന്നേരം കാപ്പി കുടിക്കും. വൈകിട്ട് അത്താഴം ഉണ്ട്. 3 നേരം ആഹാരം കഴിക്കും. കുഴപ്പമൊന്നുമില്ല. ആഹാരം കഴിക്കും, ഒരു കുഴപ്പമില്ല. TV വല്ലപ്പോഴും ഞങ്ങളൊപ്പം ഇന്ന് കാണും. വായന പേപ്പറൊന്നും ഇപ്പം നോക്കാൻ കുറവാണ്. എന്നാലും ഒന്ന് എടുത്തു നോക്കും. ഫ്രണ്ടൊക്കെ എടുത്ത് നോക്കും. ഫ്രണ്ട് വന്നിരിക്കുമെന്ന് എടുത്തു നോക്കും. അത്രയൊക്കെ ഉള്ളൂ. നേരത്തെ വായിക്കാറുണ്ട് നന്നായിട്ട്. 4ാം ക്ലാസ് വിദ്യാഭ്യാസം. അപ്പച്ചന് ആ കണ്ടം കൃഷി ആയിരുന്നു മെയിനായിട്ട്. നെൽകൃഷി. അത് കഴിഞ്ഞ് നായാട്ടിന് പോകുമായിരുന്നു ആ കാലഘട്ടം. പിന്നെ പാറ പൊട്ടിക്കുന്ന പരിപാടിയുണ്ട്. പാറ പൊട്ടിക്കാൻ തമരടിച്ച് പാറ പൊട്ടിക്കുകയാണ്. പിന്നെ കൃഷിപ്പണിയാണ് മെയിനായിട്ടുള്ളത്. പാറ പൊട്ടിക്കുക സൈഡായിട്ട് ചെയ്യും. പിന്നെ അധ്വാനമാകത്ത് ഫുൾ ടൈം. അതാണ് അപ്പച്ചന് നേരമ്പോക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകം നേരമ്പോക്ക് പണി മാത്രം. സ്വന്തം ആവശ്യം പൊട്ടിക്കാൻ വിൽക്കുകയും ചെയ്യും കേട്ടോ. കല്ല് കൊടുക്കാറുമുണ്ട്. അത് പൊട്ടിച്ച് കൊടുക്കുകയും ചെയ്യും. ഇതിന് മുമ്പ് ജോലി എന്ന് പറഞ്ഞാൽ കൃഷിപ്പണിയല്ല, വേറെ പ്രത്യേക ജോലിയൊന്നും ചെയ്തുകൊണ്ടിരുന്നില്ല. ഇപ്പോൾ 2 വർഷം മുമ്പ് വരെ വീട്ടിലെ മിറ്റവും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ടിരുന്ന അപ്പച്ചനാണ്. എല്ലാ അത്യാവശ്യ പണികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അപ്പച്ചനാണ് 2 വർഷം മുമ്പ് വരെ. അതിൽ പിന്നെ പണികളൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് അപ്പച്ചനോട് പേപ്പർ എടുക്കാൻ പോയപ്പോൾ ആ ഗേറ്റിങ് വീണ് കാലൊടിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 3 മാസം ഇരുന്നിരിപ്പായി പോയി. അത് കഴിഞ്ഞ് പിന്നെ പുറത്തോട്ട് കാര്യമായിട്ട് ഇറങ്ങൂല. മിറ്റം വരെ ഒന്ന് ഇറങ്ങിയാലും തിരിച്ച് കയറി വരാറുള്ളൂ. അത് കഴിഞ്ഞ് ഒരു 5-6 മാസം കഴിഞ്ഞ് ഒന്നോടെ വീണു. അന്നേരം കൈക്ക് പൊട്ടുപറ്റി. അത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങില്ല. പിന്നെ ഞങ്ങളുടെ കൂടെ പുറത്ത് പോരുകയാണ്. കാറിൽ കയറിയിരിക്കും, യാത്ര പോരും, തിരിച്ചു വരും. വേറെ കുഴപ്പമില്ല. അടിമാലിയൊക്കെ പോകാറുണ്ട്. പെങ്ങളുടെ വീട്ടിൽ പോകാറുണ്ട്. കുഴപ്പമൊന്നുമില്ല. നിലവിൽ ഇപ്പോൾ ഒരു മരുന്നും കഴിക്കുന്നില്ല. കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 4 സോല ആൻറ്റിബയോട്ടിക് മരുന്ന് കഴിച്ചിട്ടുണ്ട്. അല്ലാതെ വേറെ മരുന്നില്ല.
2.5 വർഷം മുൻപ് വീടിനുള്ളിൽ ഒന്ന് തെന്നി വീണതൊഴിച്ചാൽ അപ്പച്ചന്റെ ഡയറിയിൽ രോഗങ്ങൾക്ക് സ്ഥാനമില്ല. ദിവസവും കഴിക്കുന്ന 2 ഏത്തപ്പഴവും നാടൻ ഭക്ഷണവുമാണ് അപ്പച്ചന്റെ ഡയറ്റ് പ്ലാൻ. 82 വയസ്സുള്ള മൂത്ത മകൻ എബ്രഹാം മുതൽ 58 വയസ്സുള്ള ഇളയ മകൻ തങ്കച്ചൻ വരെ അപ്പച്ചന്റെ തണലിലാണ് കഴിയുന്നത്. തങ്കച്ചന്റെ വീട്ടിലാണ് ഇപ്പോൾ താമസം. മക്കൾക്കും കൊച്ചുമക്കൾക്കുമെല്ലാം ജീവനാണ് അപ്പച്ചൻ. ആ സ്നേഹത്തിന്റെ ബലത്തിലാണ് അപ്പച്ചൻ തന്റെ 111ാം ജന്മദിനത്തിലേക്ക് കടക്കുന്നത്. ആഘോഷം സംഘടിപ്പിക്കാനുള്ള സാഹചര്യത്തിലേക്ക് ഇത്രയും വയസ്സായിട്ടുള്ളൊരു ആളെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് അപൂർവങ്ങളുടെ അപൂർവമാണെന്ന് പറയാനുള്ളൂ. അപ്പോൾ നമ്മളൊരു റെക്കോർഡ് സ്ഥാപിക്കുന്ന രീതിയിൽ നല്ലൊരു കാര്യം നമുക്ക് നമ്മുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യങ്ങൾ സംഘടിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പച്ചന്റെ പേരെന്ന് പറഞ്ഞേ. പേര് പറ, അപ്പച്ചന്റെ പേര് പറ. ഇപ്പൊ എത്ര വയസ്സുണ്ട്? വയസ്സുണ്ടായാലും പറഞ്ഞോ. കൃത്യമായിട്ട് പറയാനൊക്കില്ല. എന്നാ ബർത്ത്ഡേ എന്നാന്ന് അറിയാമോ? ജനിച്ച ദിവസം എന്ന് പറഞ്ഞേ. ദിനം ജനപ്രതിനിധികളും നാട്ടുകാരും ഒത്തുചേർന്ന് അപ്പച്ചന്റെ ഈ അപൂർവ ജന്മദിനം വലിയൊരു ഉത്സവമാക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ജിമ്മിൽ പോകാതെയും ഡയറ്റിംഗ് തരംഗങ്ങൾക്ക് പുറകെ പോകാതെയും കൃത്യമായ കായികാധ്വാനവും നല്ല ഭക്ഷണക്രമവും ഉണ്ടെങ്കിൽ ആർക്കും എസ്തപാനോസിസ് അപ്പച്ചനെ പോലെ സെഞ്ചുറിയും കടന്ന് മുന്നേറാമെന്നതിന് ഇതിലും വലിയൊരു ഉദാഹരണം ഇനി വേറെ എവിടെ തിരയാനാണ്? Subscribe to One India and never miss an update.